ബിനുസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് 10+2 നമ്മുടെ SSLC അതുപോലെ തന്നെ +2 എക്സാംസുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേഷനാണ് നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലെ ഏറ്റവും ആദ്യത്തെ പേജിൽ വന്നിരിക്കുന്ന വാർത്ത നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് 10+2 ഡിസംബർ മുതൽ കൂടുതൽ ഡിജിറ്റൽ ക്ലാസ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവരുടെ കൂടി ശ്രദ്ധയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാണ്ട് ശ്രദ്ധിക്കണേ. SSLC അതുപോലെ തന്നെ +2 എക്സാം എന്നായിരിക്കും എന്നുള്ളത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ഒരുപോലെ ആശങ്കയുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഈ വർഷം ആദ്യം മുതൽ നമ്മൾ ആരും സ്കൂളുകളിൽ പോയി പഠനം നടത്തിയിട്ടില്ല. നമുക്ക് ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ ഓൺലൈൻ ക്ലാസ്സുകളാണ് ലഭിക്കുന്നത്. ഗവൺമെൻറ് കൈറ്റ് വിക്ടേഴ്സിലൂടെ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടേതായ രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും ലഭ്യമാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എന്നായിരിക്കും SSLC അതുപോലെ തന്നെ +2 എക്സാം നടക്കുക, അല്ലെങ്കിൽ എക്സാം നടക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നെല്ലാം നമ്മുടെ മനസ്സിലുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, എന്തായാലും നമുക്ക് എക്സാം ഉണ്ടായിരിക്കും. ഒരിക്കലും SSLC അതുപോലെ തന്നെ +2 എക്സാം സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഗവൺമെൻറ് ആലോചിക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, SSLC നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് +2 ഒരു സബ്ജക്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുക. അതുപോലെ തന്നെ +2 റിസൾട്ടാണ് ഉന്നത പഠനത്തിലേക്ക് നിങ്ങളെ വീണ്ടും സഹായിക്കുക. ഈ രണ്ട് എക്സാമിനേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യതയില്ല. നമുക്കറിയാം, ഇതുവരെയുള്ള നമ്മുടെ അക്കാദമിക് കരിക്കുലം അനുസരിച്ച് ഡിസംബറോടുകൂടി നമ്മുടെ പോർഷൻസ് എല്ലാം തീർക്കും. അതിനുശേഷം ജനുവരിയിൽ റിവിഷൻ ആരംഭിക്കും. പിന്നീട് ഒരു മോഡൽ എക്സാം, അതിനുശേഷമാണ് പബ്ലിക് എക്സാം നടത്തുക. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ COVID-19 പശ്ചാത്തലത്തിൽ നമുക്ക് കൃത്യമായ ക്ലാസ്സുകൾ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനുവരിയോട് കൂടെയെങ്കിലും നമ്മുടെ പോർഷൻസ് പഠിപ്പിച്ച് തീർക്കാനാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്, അതായത് കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് പ്രതിദിനം 1.5 മണിക്കൂറിൽ 3 ക്ലാസ്സുകളാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻസ് തീരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ക്ലാസ്സുകളുടെ ദൈർഘ്യം കൂട്ടാൻ ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാൻ, അതായത് കൈറ്റ് വിക്ടേഴ്സിലൂടെ കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മിക്കവാറും ഏത് സബ്ജക്റ്റാണോ ഏറ്റവും കുറവ് എടുത്തിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മുൻ വർഷങ്ങളിലേതുപോലെ ഈ വർഷം നമുക്ക് +2 അതുപോലെ തന്നെ SSLC സ്റ്റുഡൻസിന് ഓണം എക്സാം അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാം ഒന്നും തന്നെ നടത്താൻ സാധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ വാർഷിക പരീക്ഷയ്ക്ക് മുൻപ്, നമ്മുടെ പൊതുപരീക്ഷയ്ക്ക് മുൻപ് തന്നെ ഒരു മോഡൽ പരീക്ഷ നടത്തണമെന്ന നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുണ്ട്. അപ്പം അതിൻ്റെ മുന്നൊരുക്കം എന്ന വണ്ണമാണ് ജനുവരിയിൽ നമ്മുടെ പോർഷൻസ് തീർക്കാനും അതിനുശേഷം റിവിഷൻ ക്ലാസ്സുകൾ നടത്താനുമായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പരീക്ഷ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ നിങ്ങളെല്ലാവരും മനസ്സിൽ ഉറപ്പിക്കുക. ഇനി എന്നായിരിക്കും നമ്മുടെ പരീക്ഷ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം. നിങ്ങളെപ്പോഴും പഠനം ആരംഭിക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങേണ്ടത് നാളെ എക്സാം ആണെങ്കിലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാക്കിയിട്ട് വേണം. അതായത് നമ്മുടെ നവംബർ മാസമായി നമ്മളെല്ലാവരും വാർഷിക പരീക്ഷയ്ക്ക്, അതായത് നമ്മുടെ പൊതുപരീക്ഷയ്ക്ക് തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നാളെ എക്സാം ആണെങ്കിൽ ഞാൻ എന്തായിരിക്കും എഴുതുന്നത്, ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനായിട്ട്. ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാൻ ആരംഭിച്ചിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മടിക്കേണ്ട, നമ്മുടെ സമയം എത്തിക്കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. വാർഷിക പരീക്ഷയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് തീരുമാനമൊന്നും ആയിട്ടില്ല. അതായത് 10+2 ഒഴികെയുള്ള മറ്റ് ക്ലാസ്സുകളുടെ പരീക്ഷയെക്കുറിച്ച് ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പം എന്നിരുന്നാൽ കൂടി +2 അതുപോലെ തന്നെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നമുക്കറിയാം, ഏപ്രിൽ മാസത്തിൽ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മാർച്ചിലോ അല്ലെങ്കിൽ മെയ്യിലോ മാത്രമേ നമ്മുടെ പൊതുപരീക്ഷ, അതായത് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ 10ാം ക്ലാസ് അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികളുടെ പബ്ലിക് എക്സാമിനേഷൻ നടത്താൻ സാധ്യമാവുകയുള്ളൂ. അപ്പോഴും ഒരു പ്രശ്നം നിലനിൽക്കുന്നത് +2 വിദ്യാർത്ഥികൾക്ക്, അതായത് ബയോമാത്സ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്നായിരിക്കും നടത്തുക എന്ന കാര്യത്തിലും ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ വർഷം ആരംഭം മുതൽ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അപ്പോൾ മാർച്ചിലോ മെയ്യിലോ ആ ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് എന്തായാലും പരീക്ഷ ഉണ്ടായിരിക്കും. പരീക്ഷ എങ്ങനെ നടത്തും എന്നുള്ള കാര്യം ഗവൺമെൻറ് തീരുമാനിക്കുന്നതാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് എല്ലാം നമ്മൾ നേരത്തെ തന്നെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമുക്കറിയാം, വീടുകളിലിരുന്ന് പഠിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്കിന്ന് ഒരുപാട് സാഹചര്യങ്ങൾ അവൈലബിൾ ആണ്. യൂട്യൂബിൽ ഒത്തിരി ക്ലാസ്സുകളുണ്ട്. കൈറ്റ് വിക്ടേഴ്സിലൂടെ ഗവൺമെൻറ് നമുക്ക് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന ക്ലാസ്സുകളും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന സമയവും മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും ലഭിക്കും. അപ്പോൾ മാർച്ചിലോ മെയ്യിലോ നമ്മുടെ പരീക്ഷ വരുമ്പോഴേക്കും ഈ വരുന്ന കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാമിനേഷന് വളരെ നല്ലൊരു മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ തന്നെ തയ്യാറെടുത്ത് തുടങ്ങാം. ഇനി എങ്ങനെ പഠിക്കണം? ജനുവരിയിൽ നമുക്ക് ക്ലാസ്സുകൾ തുറക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ നമുക്ക് വീണ്ടും സ്കൂളുകളിൽ പോയി നമ്മുടെ സംശയങ്ങളോ മറ്റും തീർക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത്, ഏത് സോഴ്സ് ഉപയോഗിച്ചാണോ പഠിക്കുന്നത്, ആ രീതിയിൽ തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ +2 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സുകളും +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും മാത്സ് ക്ലാസ്സുകളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് എടുക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞു തരാം. ട്യൂട്ടോറിയൽസ് എന്ന ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബിനൂസ് മലയാളം ട്യൂട്ടോറിയൽസ് എന്ന ചാനൽ എടുക്കുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. വീഡിയോ, പ്ലേലിസ്റ്റസ്, ചാനൽസ്, എബൌട്ട് എന്ന സെക്ഷൻ. ഇവിടെ പ്ലേലിസ്റ്റസ് എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ എടുത്ത ക്ലാസ്സുകളെല്ലാം വളരെ ഓർഡർ ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണോ ആവശ്യം ആ ചാപ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക, അത് ഓരോന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഞാനിവിടെ ക്ലാസ്സുകളെല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഓരോ ദിവസവും വളരെ ചെറിയ പോർഷൻസ് വരും. അതായത് ഒരു ചാപ്റ്ററിന് കൂടി വന്നാൽ ചിലപ്പോൾ 10-12 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 10 to 12 ഡേയ്സിനകം ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിച്ചു കഴിയാൻ സാധിക്കും. അപ്പോൾ +2 മാത്സിനെ സംബന്ധിച്ച് മാത്സിൻ്റെ ക്ലാസ്സുകളെല്ലാം കുറച്ച് ലെങ്തിയാണ്, പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്തതുകൊണ്ട്. ഇതോടൊപ്പം തന്നെ മലയാള മനോരമയിൽ വന്ന ന്യൂസ് കട്ടിങ്സും ഇവിടെ നൽകുന്നു. ജനുവരിക്കകം പഠിപ്പിച്ച് തീർക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പം ഏത് സാഹചര്യമാണെങ്കിൽ കൂടി ഗവൺമെൻറ് എങ്ങനെയാണ് നടത്തുക എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി 10-12 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പൊതുപരീക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്